ചങ്ങായിമാരെ, നമ്മളിന്ന് വന്നിട്ടുള്ളത് വാണിയംകുളം ചന്തയിലാണ്. വാണിയംകുളം ചന്ത കേരളത്തിലെ ഏറ്റവും വലിയ ചന്തകളിൽ ഒരു ചന്തയാണ് വാണിയംകുളം ചന്ത. അത് പാലക്കാട് ജില്ലയിലാണുള്ളത്. പാലക്കാട് ജില്ലയിലെ പാലക്കാട് ഷൊർണൂർ ഹൈവേയിൽ വാണിയംകുളം എന്ന് പറയുന്ന സ്ഥലത്ത്, ഒറ്റപ്പാലത്തിനടുത്ത് വാണിയംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചന്ത പ്രവർത്തിച്ചു വരുന്നത്. എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസമാണ് ഇവിടെ ചന്ത പ്രവർത്തിക്കാറുള്ളത്. ബുധനാഴ്ച വൈകിട്ട് തന്നെ കന്നുകാലികളൊക്കെ വന്നു തുടങ്ങും. വ്യാഴാഴ്ച ഏകദേശം 2 മണി 3 മണി വരെയൊക്കെ, ഉച്ചയ്ക്ക് 2 മണി 3 മണി വരെയൊക്കെ കച്ചവടം നല്ല രീതിയിൽ നടക്കുന്ന ഒരു ചന്തയാണ് വാണിയംകുളം ചന്ത. കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലേക്കും കന്നുകാലികളെ കയറ്റിക്കൊണ്ടു പോകുന്നത് ഈ ചന്തയിൽ നിന്നാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ കന്നുകാലികൾ കേരളത്തിലേക്ക് വരുന്നത് വാണിയംകുളം ചന്തയിലാണ്. വാണിയംകുളം ചന്തയിൽ വന്നിട്ടാണ് മറ്റ് ചന്തകളിലേക്കും മറ്റ് ജില്ലകളിലേക്കൊക്കെ കന്നുകാലികൾ കൂടുതലായിട്ട് കയറ്റി പോകുന്നത്. ഏറ്റവും കൂടുതൽ കന്നുകാലികളുടെ കച്ചവടം നടക്കുന്ന ഒരു ചന്ത കൂടിയാണ് വാണിയംകുളം ചന്ത. ഒരു ദിവസം ഏകദേശം 70-80 ലോഡ് കന്നുകാലികൾ ഇവിടെ കച്ചവടം നടക്കാറുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് ഓരോ ആഴ്ചയിലും ഇവിടെ നടക്കുന്നത്. ഒരുപാട് ആളുകൾ ഈ ആഴ്ചയിലും ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. കന്നുകാലികളെ മേടിക്കാൻ വേണ്ടിയും കന്നുകാലികളെ വിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആളുകൾ ഇന്ന് ചന്തയിൽ വന്നിട്ടുണ്ട്. പെരുന്നാൾ ചന്തയാണ്. ഈ പെരുന്നാളിന് ഇനി ഒരാഴ്ച മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തിരക്കുണ്ട്. വളർത്തുകുട്ടികളുടെ ഭാഗത്തും നല്ല രീതിയിൽ തിരക്കുണ്ട്. വളർത്തുകുട്ടികളെ കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ കൂടുതൽ വളർത്തുകുട്ടികൾ ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് പോത്തിൻകുട്ടികളെയാണ് കെട്ടിയിട്ടുള്ളത്. കൂട്ടത്തിൽ നിന്ന് അഴിച്ചിട്ട് ഓരോന്നിനെ അഴിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ആൾക്കാർക്ക്. ആളുകൾ ഓരോന്നും 4 പുറം നിന്നിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് ആ കന്നുകാലികളെയൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാണുന്ന കന്നുകാലികൾ ഏകദേശം 1 വയസ്സിനോട് അടുപ്പിച്ച് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികൾ, ഏകദേശം ഒരു 10 മാസം മുതൽ 1 വയസ്സ് വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളെയൊക്കെയാണ് ഈ കാണുന്നത്. ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികൾക്കൊക്കെ ഇപ്പൊ ചന്തയിൽ 35,000 രൂപ മുതൽ 40-45 രൂപ വരെയൊക്കെയാണ് വില ചോദിക്കുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള കുട്ടികളൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. ഓരോന്നിന്റെ ക്വാളിറ്റിക്കും ഓരോന്നിന്റെ വലുപ്പത്തിനും ഭംഗിക്കൊക്കെ അനുസരിച്ചിട്ടാണ് ചന്തയിൽ വില പറയുന്നത്. എല്ലാത്തിനും ഒരേ വിലകളല്ല, ഓരോന്നിനും ഓരോരോ വിലകളാണ് പറയുന്നത്. ഏകദേശം ഇതാ ഈ കൂട്ടത്തിൽ കാണുന്ന വളർത്തുകുട്ടികൾക്കൊക്കെ 35 രൂപ മുതൽ 40-45 രൂപ വരെയൊക്കെയാണ് വില ചോദിച്ചത്. ചന്തയിൽ അവരുടെ വിലയാണ് അവർ പറയുന്നത്. നമുക്ക് നമ്മുടെ വിലക്ക് ബാർഗെയിൻ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ഈ ലൈനിലും കുറച്ച് പോത്തുകളെ കെട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കൂടുതലും ഇറച്ചി ആവശ്യത്തിന് പോകുന്ന പോത്തുകളാണ്. വളർത്താൻ പറ്റിയ ക്വാളിറ്റിയുള്ള പോത്തുകൾ ആ കൂട്ടത്തിൽ കാണുന്നില്ല. ഇതൊക്കെ ഏകദേശം 2 വയസ്സ് പ്രായമായിട്ടുള്ള പെരുന്നാളിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള പോത്തുകളാണ്. ഈ കാണുന്ന പോത്തുകൾക്കൊക്കെ ഏകദേശം 45 രൂപ മുതൽ 70 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള പോത്തുകളാണ്. ഏകദേശം 70-80 കിലോ മീറ്റ് കിട്ടുന്ന പോത്തുകൾ മുതൽ 100 കിലോ 120 കിലോ വരെ മീറ്റ് കിട്ടാവുന്ന രീതിയിലുള്ള പോത്തുകളാണ് നമ്മൾ നേരത്തെ കണ്ട കൂട്ടത്തിലുള്ളത്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വളർത്തുകുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഇതും ചെറുതും വലുതൊക്കെ മിക്സറായിട്ട് കെട്ടിയിട്ടുണ്ട്. കൂടുതലും ആന്ധ്ര കുട്ടികളാണ്. എങ്കിലും ഈ കൂട്ടത്തിൽ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചുരുണ്ട കൊമ്പുള്ള നല്ല ഇടനീട്ടവും കാൽപ്പൊക്കമൊക്കെ ഉള്ള വളർത്താൻ പറ്റിയ ലക്ഷണമൊത്ത കുട്ടികളൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. ആന്ധ്ര കുട്ടികളും വളരുന്ന കുട്ടികൾ തന്നെയാണ്. മുറ ബ്രീഡ് ആകുമ്പോൾ അല്ലെങ്കിൽ മുറ ക്രോസ് ബ്രീഡ് ആകുമ്പോൾ ആന്ധ്ര കുട്ടികളെക്കാൾ കുറച്ചുകൂടി പെട്ടെന്ന് വളർച്ച കാണിക്കും. കൊടുക്കുന്ന തീറ്റയ്ക്ക് അത് തടിയിൽ കാണും. അതാണ് മുറ ബ്രീഡ് ആന്ധ്ര ബ്രീഡും തമ്മിലുള്ള ഒരു മാറ്റം. ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികൾക്കൊക്കെ ഏകദേശം 25,000 രൂപ മുതൽ 35-38 ആ റേഞ്ച് വരെയൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ്. ഏകദേശം 7 മാസം മുതൽ 1 വയസ്സ് വരെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഈ കൂട്ടത്തിൽ നമ്മളിപ്പോൾ കണ്ടത്. വളരെ കുറച്ച് പോത്തിൻകുട്ടികളാണ് ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുള്ളൂ. പെരുന്നാൾ കഴിഞ്ഞാലാണ് കൂടുതൽ പോത്തിൻകുട്ടികളൊക്കെ ചന്തയിൽ സജീവമായി തുടങ്ങുള്ളൂ.
ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വലിയ കാളകളെ കെട്ടിയിട്ടുണ്ട്. ആന്ധ്ര കാളകൾ അല്ലെങ്കിൽ ഹോങ്കോൾ കാളകൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കാളകളാണ്. ഏകദേശം നല്ല രീതിയിൽ മീറ്റ് കയറിയിട്ടുള്ള വലിയ കാളകളാണ്. പെരുന്നാളിന് ഇതുപോലുള്ള കന്നുകളൊക്കെയാണ് ആളുകൾ കൂടുതലായിട്ട് പഠിക്കുക. ഇതേപോലെയുള്ള ഓങ്കോൾ കാളകൾ, കാങ്കയം കാളകളൊക്കെയാണ് കൂടുതൽ കാളകളെയൊക്കെ ആളുകൾ മേടിക്കുന്നത്. ഇതാകുമ്പോൾ അത്യാവശ്യം വലിപ്പത്തിനുണ്ടാവും, ഇറച്ചി തൂക്കം ഉണ്ടാവും, കാണാൻ അത്യാവശ്യം ഭംഗി ഉണ്ടാവും. ഇതുപോലുള്ള കാളകൾ അല്ലെങ്കിൽ ഈ കാണുന്ന കാളകൾക്കൊക്കെ ഏകദേശം ചോദിക്കുന്ന വില 1 ലക്ഷം രൂപ, 1.30, 1.50 വരെയൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള കാളകൾ ആ ലൈനിൽ കാണുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു കാങ്കയം കാളയാണ്. അത്യാവശ്യം നല്ല വലുപ്പത്തിനുള്ള ഒരു കിടിലൻ കാളയാണ്. നമ്മുടെ കാഴ്ചപ്പാട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 300 കിലോന്റെ അടുത്ത് മീറ്റ് പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള നല്ല വലുപ്പത്തിനുള്ള കാളയാണ്. നമ്മുടെ കാഴ്ചപ്പാട് പറഞ്ഞതാണ്, അവർ പറയുന്ന ഇറച്ചി തൂക്കമല്ല പറഞ്ഞത്. നമ്മുടെ കാഴ്ചപ്പാടിൽ, നമ്മുടെ കണ്ണിൽ കണ്ട കാഴ്ചപ്പാടാണ് നമ്മൾ പറയുന്നത്. ഏകദേശം 300-ന്റെ അടുത്ത് 250-ന്റെ മുകളിൽ മീറ്റ് കിട്ടാവുന്ന രീതിയിലുള്ള വലിയൊരു കാളയാണ്. ഈ കാണുന്ന കന്നിന് 1,75,000 രൂപയാണ് ചോദിച്ചത്. അവർ കൊണ്ടുവന്ന മറ്റൊരു കാളയാണ് ഈ കാണുന്നത്. ഇതും കാങ്കയത്തിന്റെ അടുത്തുപെട്ടിട്ടുള്ള വലിയൊരു കാളയാണ്. ഇത് ഏകദേശം 250-ന്റെ അടുത്ത് മീറ്റ് പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള ഒരു കാളയാണ്. അതേപോലെ തന്നെ ഇവിടെ 2 കന്നുകളെ കെട്ടിയിട്ടുണ്ട്. ഇതും നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള കന്നുകളാണെന്ന് തോന്നുന്നുണ്ട്. ഫുൾ ബ്ലാക്ക് നിറത്തിലുള്ള 2 കാളകൾ ചെറിയ ആവശ്യത്തിന് അല്ലെങ്കിൽ ചെറിയ പാർട്ടിക്കാർക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള കാളയാണ്. ഏകദേശം ഒരു 100 കിലോ 120 കിലോനൊക്കെ മീറ്റ് കിട്ടാവുന്ന രീതിയിലുള്ള കന്നാണ്. ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതുമാണ്. ഇത് രാവിലെ മേടിച്ച് കെട്ടിയ കന്നുകളാണ്. അതിന്റെ വില നമുക്ക് ചോദിക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് കാങ്കയം കാളകൾ അല്ലെങ്കിൽ ജല്ലിക്കെട്ട് കാളകൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കുറച്ച് കാളകളാണ്. തമിഴ്നാട്, കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇതുപോലുള്ള കന്നുകാലികൾ കൂടുതലായിട്ട് കേരളത്തിലേക്ക് വരുന്നത്. പെരുന്നാളിന് കാളകളെ തിരഞ്ഞു നടക്കുന്നവർ അല്ലെങ്കിൽ കാളകളെ മേടിക്കാൻ വേണ്ടി ചന്തയിലേക്ക് വരുന്ന ആളുകൾ കൂടുതലായിട്ട് ഈ ഭാഗത്താണ് കാണുന്നത്. കാരണം കാളകൾ ഒരു മീഡിയം പരുവത്തിനുള്ളത്, പള്ളി കമ്മിറ്റിക്കാർക്കൊക്കെ ഏകദേശം അവരുടെ ബഡ്ജറ്റ് ഒരു 70 രൂപ 65 രൂപ റേഞ്ചൊക്കെ ആയിരിക്കും ബഡ്ജറ്റ്. അവരുടെ ബഡ്ജറ്റിന് പറ്റുന്ന രീതിയിലുള്ള ആ വലുപ്പത്തിനുള്ള കാളകൾ ഈ ഭാഗത്ത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇതേപോലെയുള്ള കന്നുകളെ തന്നെയാണ് കൂടുതലായിട്ടും പെരുന്നാളിന് ആളുകൾ മേടിക്കും ചെയ്യുക. കാണാൻ അത്യാവശ്യം ഭംഗി ഉണ്ടാവും. അവരുടെ വലുപ്പത്തിനനുസരിച്ചുള്ള കന്നുകാലികളെ കിട്ടും ചെയ്യും. ഇവിടെയൊക്കെ നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കാണിച്ച കാളകളൊക്കെ 2 വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുള്ള പെരുന്നാളിന് പറ്റുന്ന രീതിയിലുള്ള കാളകളാണ്. ആ കാണുന്ന കന്നുകാലികൾക്കൊക്കെ ഏകദേശം അവർ ചോദിക്കുന്ന വില 55-60 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ ചോദിക്കുന്ന രീതിയിലുള്ള കന്നുകാലികളുണ്ട്. ചെറുതും വലുതൊക്കെ മിക്സറായിട്ട് കെട്ടിയിട്ടുണ്ട്. ഓരോന്നിന്റെ വലുപ്പത്തിനും ഓരോന്നിന് കിട്ടുന്ന മീറ്റിന്റെ ലെവലൊക്കെ അനുസരിച്ചിട്ട് വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മൾ വില പറഞ്ഞതൊക്കെ ചന്തയിൽ കച്ചവടക്കാർ പറയുന്ന വിലയാണ് പറഞ്ഞത്. നമുക്ക് നമ്മുടെ വിലക്ക് ബാർഗെയിൻ ചെയ്തെടുക്കാം. വളരെ കുറച്ച് കാളക്കുട്ടികൾ, വളർത്തുകുട്ടികളും ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ള വളർത്തുകുട്ടികളാണ് ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുള്ള അത്യാവശ്യം ക്വാളിറ്റിയുള്ള കുട്ടികൾ. ഈ കൂട്ടത്തിൽ HF ഇനത്തിൽപ്പെട്ടതുണ്ട്, കാങ്കയം ഇനത്തിൽപ്പെട്ടതുണ്ട്, ഹോങ്കോളിന്റെ ഇനത്തിൽപ്പെട്ടതുണ്ട്, ക്രോസ് ബ്രീഡും ഒറിജിനൽ ബ്രീഡും ഒക്കെ ഉണ്ടാവും. മിക്സഡ് ആയിട്ടാണ് ഇങ്ങനെ കെട്ടാറുള്ളത്. ഓരോന്നിനും നമുക്ക് കൂട്ടത്തിൽ നിന്ന് അഴിച്ചു പിടിച്ചിട്ട് നല്ല രീതിയിൽ നോക്കിയിട്ടൊക്കെ മേടിക്കാം. ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികളൊക്കെ ഏകദേശം ഒരു വയസ്സിനോട് അടുപ്പിച്ച് അല്ലെങ്കിൽ 1 വയസ്സിന്റെ താഴെ ഏകദേശം ഒരു 10 മാസം ആ റേഞ്ചൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ്. ചെറുതും വലുതൊക്കെ മിക്സറായിട്ട് കെട്ടിയിട്ടുണ്ട്. അടുത്ത പെരുന്നാളിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുട്ടികളാണ് നമ്മൾ നേരത്തെ കണ്ടത്. ആ കണ്ട കുട്ടികൾക്ക് ഏകദേശം 25 രൂപ മുതൽ 30-35 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ്. ഇവിടെ ഈ ഭാഗത്ത് കാണുന്നതൊക്കെ ഏകദേശം 1 വയസ്സിന് താഴെ മാത്രം പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ്. ഏകദേശം ഒരു 8 മാസം മുതൽ 10 മാസം വരെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ്. ഈ കൂട്ടത്തിലും കാങ്കയം ബ്രീഡ് ഉണ്ട്, ഓങ്കോൾ ബ്രീഡ് ഉണ്ട്, ഗീറിന്റെ ക്രോസ് ബ്രീഡ് ഉണ്ട്, കാങ്ക്രേജ് ഉണ്ട്. അങ്ങനെ പല ബ്രീഡുപെട്ടുള്ള കുട്ടികളുണ്ട്. ഈ കാണുന്ന ഒരു കുട്ടി ആ കൂട്ടത്തിൽ നിന്ന് അഴിച്ചു പിടിച്ചിട്ട് പുറത്തിറക്കിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സെപ്പറേറ്റ് അഴിച്ചു പിടിച്ച കുട്ടിക്ക് ചന്തയിൽ 35,000 രൂപയാണ് ചോദിച്ചത്. നമ്മൾ നേരത്തെ കണ്ട ചെറിയ കുട്ടികൾക്കൊക്കെ ഏകദേശം ഒരു 16-17 രൂപ മുതൽ 28 രൂപ വരെ ആ റേഞ്ചൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ്. ചെറിയ കുട്ടികൾക്ക് ചെറിയ വിലയും വലിയ കുട്ടികൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വിലയും ചോദിക്കുന്നുണ്ട്. ആ വില എന്തായാലും കൊടുക്കേണ്ടി വരില്ല. നമുക്ക് നമ്മുടെ വിലക്ക് ബാർഗെയിൻ ചെയ്തെടുക്കാം. ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് നാടൻ കന്നുകളെയാണ് കെട്ടിയിട്ടുള്ളത്. നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള കന്നുകാലികളെ വിൽക്കുന്ന ഒരു ഏരിയയാണ്. ഈ ഭാഗത്ത് കൂടുതലായിട്ട് നാടൻ മൂരികൾ ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ നേരത്തെ കണ്ട ആ കൂട്ടത്തിൽ നിന്ന് കുറച്ച് കന്നുകാലികൾ ഇവിടെ അഴിച്ചു പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഓരോരുത്തർ. നാടൻ കന്നുകളെ വിൽക്കുന്ന ഭാഗത്ത് കച്ചവടം കണ്ടാൽ അവിടുന്ന് അഴിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കും. അതൊക്കെ ഒരു കച്ചവട തന്ത്രമാണ്. ഇവിടെ ഈ ഭാഗത്ത് ഒരു വലിയൊരു കാളനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹോങ്കോളിന്റെ അടുത്തുപെട്ടിട്ടുള്ള കാണാൻ നല്ല പവർ തോന്നിക്കുന്ന നല്ല വലുപ്പത്തിനുള്ള ഒരു കിടിലൻ കന്നാണ്.
ഏകദേശം ഒരു 250 കിലോ മീറ്റ് പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള വലിയൊരു കന്നാണ്. നമ്മുടെ മതിപ്പാണ് പറയുന്നത്. നിങ്ങളുടെ കണ്ണിൽ എത്രത്തോളം മീറ്റ് തോന്നിക്കുന്നുണ്ടെന്ന് അറിയില്ല. നമ്മൾ നേരിട്ട് കണ്ടിട്ട് നമ്മുടെ കണ്ണിൽ കണ്ട മതിപ്പാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇവിടെ ഈ ഭാഗത്തൊക്കെ നാടൻ മൂരികൾ ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. നാടൻ മൂരികളൊക്കെ ഏകദേശം 40 രൂപ മുതൽ 60 രൂപ വരെയൊക്കെയാണ് ഈ പരുവത്തിനുള്ള കന്നുകൾ. ഏകദേശം ഒരു 100 കിലോ 120 കിലോ വരെയൊക്കെ മാക്സിമം മീറ്റ് കിട്ടാവുന്ന രീതിയിലുള്ള കന്നുകാലികൾക്കൊക്കെ 60 രൂപ വരെയൊക്കെയാണ് വില ചോദിക്കുന്നത്. അതിനും വലിയ മൂരികളും ധാരാളം ഈ ആഴ്ച ചന്തയിൽ വന്നിട്ടുണ്ട്. വളർത്തുകുട്ടികളെയും മൂരികളെയും പോത്തിൻ കുട്ടികളെയും മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വലിയ പോത്തുകൾ ധാരാളമായിട്ട് ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. പോത്തുകളുടെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മടിക്കണ്ട. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.